ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും മധുരം തന്റെ സംഗീതത്തിൽ പകർന്ന അതുല്യ സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ ഗാനങ്ങളിലൂടെ ഒരു പ്രദക്ഷിണം. ബാബുരാജ് സ്മൃതി. മലയാള ഭാഷയുടെ സൗന്ദര്യത്തിൽ നിന്ന് പാട്ടിന്റെ പാലാഴി കടഞ്ഞെടുത്ത് ഗാനങ്ങളുടെ അമൃത് നിവേദിച്ച മുഹമ്മദ് സാബിർ എന്ന MS ബാബുരാജ്. മലയാളി ആവോളം കോരിക്കുടിച്ച MS ബാബുരാജ് സംഗീത സാഗരത്തിൽ നിന്ന് കോരിയെടുത്ത ചില അനർഘമുത്തുകളാണ് ഇനിയുള്ള ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 എപ്പിസോഡുകളിൽ. ഏവർക്കും സ്വാഗതം. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ എന്താ പാടിയടോ, ഇത് രസമായിട്ടാ പാടിയണ്ട. Josco Indian Voice Season 2 one of the gems. താമരക്കൊമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത. This song is very, very, very difficult. എനിക്ക് മോള് പാടി കുറേ ഇഷ്ടമായി. അതിൽ വചനമുണ്ടായി വചനം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്പാടിക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും സാറിന് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു സെല്ലുലോയിഡ് സിനിമയുടെ ടീം ഇതാ ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 വേദിയിൽ. ഇതിൽ ഇന്ത്യൻ വോയിസിൽ കണ്ട ചാന്ദിനിയല്ല ഇപ്പോ കേരളത്തിലെ പ്രേക്ഷകർ കാണുന്നത്. നല്ല പക്വതയുണ്ടായിരുന്നു ഓൺ സ്ക്രീൻ. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ആസ് ദോ ഷീ ഈസ് ബോൺ ഫോർ ഇറ്റ്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഫിലിം ഫീൽഡിലുണ്ട്, എനിക്ക് ഒരു പടം തന്നിട്ടില്ല. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 വിന്നറിന് ലഭിക്കുന്നു ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപയുടെ സമ്മാനം. ബംഗാളി ഹിന്ദുസ്ഥാനി ഗായകനായ ജാൻ മുഹമ്മദ് സാഹിബിന്റെ മകനായി MS ബാബുരാജിന്റെ ജനനം. കഷ്ടതകൾ നിറഞ്ഞ ബാല്യകാലത്ത് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ട്രെയിനിലും തെരുവിലും വയറ്റ് തടിച്ചു പാടി. ബോംബെയിൽ നിന്ന് ചൂളം വിളിച്ച് ഓടി വന്ന ഒരു തീവണ്ടി മലയാളത്തിന്റെ സൗഭാഗ്യമാവാൻ ഈ ദരിദ്ര ഗായകനെ കോഴിക്കോട്ടെത്തിച്ചു. സംഗീതത്തെ സ്നേഹിച്ച ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ ദത്തെടുത്ത് വളർത്തി. അങ്ങനെ കോഴിക്കോട്ടെ കല്യാണരാവുകൾ ബാബുരാജ് സംഗീതം കൊണ്ട് നിറച്ചു. മലയാള സിനിമാ സംഗീതം സമ്പന്നമായി. MS ബാബുരാജിന്റെ രാഗകരാങ്കുലി സ്പർശം കൊണ്ട് പുറത്തുവന്ന ഒരു മനോഹരമായ ഗാനം തന്നെയാവട്ടെ ഈ റൗണ്ടിന്റെ തുടക്കം. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 വേദിയിൽ ഒരു അനുരാഗ ഗാനവുമായി എത്തുന്നു അസ്ലം. അസ്ലം, സുഖായിരിക്കണോ? 4ാം ഘട്ടത്തിലെ 2ാമത്തെ റൗണ്ടായി അല്ലേ? MS ബാബുരാജ് സംഗീതമാണ്. എല്ലാവരും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സംഗീതത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ബാബുരാജ് സാറിന്റെ പാട്ടുകൾ അല്ലെ, എല്ലാവർക്കും ഒരു ചെറിയ പേടിയാണ് എടുത്ത് പാടാനായിട്ട്. ഈവൻ ദോ ഇറ്റ് സൗണ്ട്സ് ഈസി, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, ഇഷ്ടമാണോ ബാബുഖാന്റെ സംഗീതം? ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം? എനിക്ക് അനുരാഗാനം പോലെ, പ്രാണസഖി, സുറുമ എഴുതിയ മേഖല കുറെ ഇഷ്ടമാണ്. Aslam, you're a very talented singer and I'm sure you can sing this very well. Thank you. God be with you. നന്നായിട്ട് പാടും. Thank you so much. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ.
ദേവതേ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ കനിവാണുമീശ്വരൻ അഴകിന്റെ പാലാഴി കനിവാണുമീശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്ത അമൃതാണു അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ അസ്ലം അസ്സലായി പാടി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. എന്താ പാടിയടോ, എന്ത് രസമായിട്ടാ പാടിയെന്ന്. താങ്ക് യു സോ മച്ച്. ഓൻ എത്ര വയസ്സായി? എനിക്ക് 17. ഓ ഗാഡ്, 17 വയസ്സിൽ ഈ ഭാവം മുഴുവൻ ഉൾക്കൊണ്ട് പാടുക. ഈശ്വര നന്നായിരിക്കട്ടെ. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ അസ്ലാം, കാരണം ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി പഠിച്ച് പാടി അത് തൊണ്ടയിൽ വരുന്നു. മോന്റെ ഒരേ ഒരു നെഗറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ്, മോന്റെ വോയിസ് കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. അതിനിയും വരുന്ന വോയിസ് ഒരു ഉഗ്രൻ വോയിസ് ആവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചാൽ നടക്കാറുണ്ട് സാധാരണ, ബാക്കിയുള്ളവർക്ക് വേണ്ടി. ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്. അച്ഛനും അമ്മ എവിടെ? അവരെവിടെ? നിങ്ങള് ഒരുപാട് അനുഗ്രഹം കിട്ടിയവരാട്ടാ. ഗോഡ് ബ്ലെസ് യു. ശരത് സർ. അസ്ലാം സർ. സൂപ്പറായിരുന്നു അസ്ലാം. താങ്ക് യു സർ. ഒന്നാമത് ഇങ്ങനൊരു പാട്ട്, എന്തൊരു പാട്ടാണ്. അതിൻ്റെ ഒരു കോമ്പസിഷനുള്ള വാല്യൂ നമ്മൾ ഏത് വെച്ച് എന്തിന് ഒരു ഈക്വലായിട്ടൊന്നും പറയാനൊരു സാധനമില്ല ഈ ലോകത്ത്. ഉഗ്രം പാട്ട്. ആരാണ് സെലക്ട് ചെയ്തത് അസ്ലാമിന് ഈ പാട്ട്? ഇത് സീസൺ 1 വൈശാഖേട്ടനെ വിളിച്ചായിരുന്നു റൗണ്ട് കിട്ടിയപ്പോ. അപ്പൊ ചേട്ടനാണ് പറഞ്ഞതെന്ന്. നല്ല സെലക്ഷൻ. അപ്പൊ വൈശാഖിന് താങ്ക്സ് ഫോർ. പിന്നെ ആ കമ്പോസർ എന്താ പറയണ്ടേ, ചെയ്ത പാട്ടുകളൊക്കെ എനിക്ക് എൻ്റെ നെഞ്ചിനോട് വളരെ ചേർന്ന് നിൽക്കുന്നവയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊരു കമ്പോസറാണ്. അതുപോലെ ഇത് പാടിയ ആരാന്നറിയാലോ? ആരാണ്? ജയന്തൻ സർ. നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ, ഞങ്ങളുടെയൊക്കെ ജയേട്ടൻ. അസാധ്യമായിട്ട് പാട്ട്, എന്ത് സുഖമാണ് കേൾക്കാൻ. അതിനും ആ ഒരു ശബ്ദത്തിനും പകരം വേറൊരു ശബ്ദമില്ല. അസ്ലാം പാടിക്കഴിഞ്ഞ് ഉടനെ ഞാൻ ജയേട്ടനെ വിളിച്ചിരുന്നു. വിളിച്ച് അസ്ലാം അസാധ്യമായിട്ട് പാടിയെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അപ്പോൾ ജയേട്ടൻ്റെ ഒരു ഹായ് പറഞ്ഞേക്കാൻ പറഞ്ഞു അസ്ലാമിൻ്റെ അടുത്ത്. ഒരു സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യാനാവുമ്പോൾ നമുക്ക് അതിൻ്റെ സംബന്ധപ്പെട്ട ആളുകളെ വിളിച്ചാൽ അവർക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ ചേട്ടനെ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് മോന്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം മോൻ ഈ പാട്ട് പാടിയതിൽ. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ആ രണ്ടാമത്തെ ചരണത്തിൽ മാനസക്ഷേത്രം ആദ്യം പാടിയത് കുറച്ചും കൂടെ അത്രയ്ക്കൊരു ശക്തി ഇല്ലാണ്ട് പാടാൻ ബലപ്പെടുത്തുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പലവി ആരുന്നി ശ്രുതി മാത്രം. പക്ഷേ ഉഗ്രമായിരുന്നു. എന്ത് രസമായിരുന്നു കേൾക്കാൻ മോൻ പാടുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ബാബുരാജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസേഴ്സ് വിതൗട്ട് എ ഡൗട്ട്. ലക്കി ടു ബി ലിസണിങ് ടു ഹിസ് ജെംസ്.
അസ്ലാം അസാദയുടെ അസ്ലാം ഇസ് വൺ ഓഫ് അവർ ജെംസ്. ഞങ്ങളുടെ ജോസ്കോ ഇന്ത്യൻ വോയിസ് സീസൺ 2 വൺ ഓഫ് ദ ജെംസ്. താങ്ക് യു സർ. എനിക്ക് വലിയ ഇഷ്ടമാണ് അസ്ലാമിന്റെ പാട്ട്. ടാലന്റ്, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, വാട്ട് എവർ യു കോൾ ഇറ്റ്. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹോൾ സോങ് ഉൾക്കൊണ്ട് പാടി ക്ലീൻ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. യു ഓൾസോ ഗോട്ട് ഇൻ ടു അവർ ഹാർട്ട്സ്. ചുമ്മാ എൻ്റെ ഒരു ആഗ്രഹത്തിന് യു വോണ്ട് ടു ഇൻക്രീസ് ഇറ്റ് ആൻഡ് സിംഗ് ഇറ്റ്, എസ്പെഷ്യലി ദ പല്ലവി. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ അനുരാ. Are you more comfortable in this Yes, sir. high മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ that one? മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യ മണിയാണോ. Very good, Aslam. Pooja Chechi, can we have the marks? Thank you. 28.5 on 30. Thank you, Chechi. Sharath sir. Thank you, sir. 28.5 on 30. Thank you, Sharath sir. Srini sir. Thank you, sir. 28 on 30. Thank you, Srini sir. 85 on 90. ഇനി 10 എത്ര മാർക്കാണ് നോക്കാം. Thank you, sir. 8 on 10. 93 on 100.